നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു ഓൾ ഇൻ വൺ ടൂളാണ്. അതായത് ഒരു സോഫ്റ്റ്വെയർ ആണ്. കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ സോഫ്റ്റ്വെയറിലൂടെ നിങ്ങൾക്ക് പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് ഈ സോഫ്റ്റ്വെയർ, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്, എന്തൊക്കെയാണ് ഇതുകൊണ്ടുള്ള പ്രയോജനം എന്നുള്ളത് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ നിങ്ങളുടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അവസാനം വരെ കാണണം. ഈ പറയുന്ന ഏതെങ്കിലും ഒരു ടൂൾ നിങ്ങൾക്ക് ആവശ്യം വരുന്നതായിരിക്കും. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ അതെങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളത് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാനും സാധിക്കും. വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. അതുകൊണ്ട് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. 500 ലൈക്കാണ് ഈ വീഡിയോക്ക് ടാർഗറ്റ് ചെയ്യുന്നത്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക 500 ലൈക്ക് എത്തിയിട്ടുണ്ടോ എന്ന്. 500 ലൈക്ക് കംപ്ലീറ്റ് അല്ല എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വെബ്സൈറ്റിൽ എത്താനായിട്ട് സാധിക്കും. Wondershare DemoCreator എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് നമ്മളിവിടെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫ്രീ ഡൗൺലോഡ് ഉണ്ട്. ഞാനിവിടെ ഫ്രീ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു സോഫ്റ്റ്വെയറിനുള്ളിൽ നമുക്ക് സ്ക്രീൻ റെക്കോർഡിംഗ് ചെയ്യാനായിട്ട് സാധിക്കും, വീഡിയോ എഡിറ്റിംഗ് ചെയ്യാനായിട്ട് സാധിക്കും, വീഡിയോ പ്രസന്റേഷൻ ചെയ്യാൻ സാധിക്കും. അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ ഈ ഒരു ഒറ്റ സോഫ്റ്റ്വെയറിലൂടെ ചെയ്യാനായിട്ട് സാധിക്കും. ഓൺലൈൻ ക്ലാസ് എടുക്കുന്നവർക്ക്, സ്റ്റുഡൻസിന്, മാർക്കറ്റിംഗ് വീഡിയോസ് ചെയ്യുന്നവർക്ക്, എഞ്ചിനീയേഴ്സിന്, ഡിസൈനേഴ്സ്, പെയിന്റേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഒറ്റ ടൂൾ കൊണ്ട് വളരെയധികം പ്രയോജനങ്ങളാണ് ഉണ്ടാകാനായിട്ട് പോകുന്നത്. ഞാൻ ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ആയി കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു ഇന്റർഫേസ് ആണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ന്യൂ റെക്കോർഡിംഗ് ഉണ്ട്, വീഡിയോ എഡിറ്റർ ഉണ്ട്, വിർച്വൽ അവതാർ റെക്കോർഡിംഗ് ഉണ്ട്, ഗെയിം റെക്കോർഡർ ഉണ്ട്, ഷെഡ്യൂൾഡ് റെക്കോർഡിംഗ് ഉണ്ട്, വീഡിയോ പ്രസന്റേഷൻ ഉണ്ട്. അങ്ങനെ ഇത്രയധികം ടൂൾസ് ആണ് ഈ ഒരൊറ്റ സോഫ്റ്റ്വെയറിനുള്ളിലുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഒന്ന് ഉപയോഗിച്ച് നോക്കണം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന്. എന്നിട്ട് നമുക്ക് ആദ്യത്തെ ടൂളിലേക്ക് ഒന്ന് പോകാം. ന്യൂ റെക്കോർഡിംഗ് ഈ രീതിയിൽ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമുക്ക് സൂൺ ക്യാപ്ചർ ഉണ്ട്. അതായത് നമുക്ക് സ്ക്രീനിന്റെ ഏതൊക്കെ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യണമെന്നുള്ളത് ഇവിടെ ഒന്ന് ഡിസൈഡ് ചെയ്യാം. ഫുൾ HD ഉണ്ട്, HD ഉണ്ട്, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിലും ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിനടുത്തായിട്ട് ഓഡിയോ സിസ്റ്റം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. മൈക്രോഫോൺ, സിസ്റ്റത്തിന്റെ മൈക്രോഫോൺ വേണോ, എക്സ്റ്റേണൽ മൈക്രോഫോൺ വേണോ എന്നുള്ളത് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ക്യാമറ നമുക്ക് ഇവിടെ ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യാം, ഓൺ ചെയ്യാം. ഈ സെറ്റിംഗ്സുകളൊക്കെ ചെയ്ത് നമ്മൾ റെക്കോർഡ് ചെയ്തതിന് ശേഷം എഡിറ്റ് ചെയ്തിട്ടാണ് ആ ഒരു ഫുട്ടേജ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അത് നമുക്ക് അങ്ങനെ സെലക്ട് ചെയ്ത് ഏത് വേണമെങ്കിലും എഡിറ്റ് ചെയ്യാതെ നമുക്ക് ഇവിടെ ഒന്ന് എക്സ്പോർട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഞാനിവിടെ റെക്കോർഡിൽ ക്ലിക്ക് ചെയ്ത് ഒന്ന് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇന്റർഫേസ് ആണ് വന്നത്. ഇനി നമുക്ക് സ്ക്രീനിൽ എന്ത് വേണമെന്നുണ്ടെങ്കിലും ഇവിടെ ഷോ ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് ഇപ്പൊ നമുക്ക് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നതിനിടയ്ക്ക് എന്തെങ്കിലും ഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ഡ്രോ ചെയ്ത് നമുക്ക് ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും പഠിപ്പിക്കാനും ഈ ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് ഫംഗ്ഷനിലൂടെ സാധിക്കുന്നതാണ്. റെക്കോർഡിംഗ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ എക്സ്പോർട്ട് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ റീ റെക്കോർഡിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ടൂളാണ് വിർച്വൽ അവതാർ റെക്കോർഡിംഗ്. ഈ ഒരു ടൂൾ ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇങ്ങനൊരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. അതായത് നമ്മുടെ ഫേസ് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിനനുസരിച്ചുള്ള ഒരു അവതാർ ഇവിടെ ക്രിയേറ്റ് ചെയ്യും. ഇപ്പൊ എന്റെ ഫേസിനനുസരിച്ച് ഏകദേശം ഉള്ള ഒരു അവതാർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഫേസിന്റെ ആ ഒരു ലെവലിലൊന്നും ആയിരിക്കുന്നില്ല അവതാർ ക്രിയേറ്റ് ആവുന്നത്. അതിന് തോന്നുന്ന രീതിയിലുള്ള അവതാറാണ് നിങ്ങളുടെ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു അവതാർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അവതാർ നമുക്കിവിടെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പല അവതാർസ് ഉണ്ട്. ഏത് വേണമെന്നുണ്ടെങ്കിലും ഇവിടെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൽ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. ഇതിൽ നമുക്ക് മിറർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ മിറർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിലും ക്യാമറ ഓൺ ഓഫ് ചെയ്യാനും മ്യൂട്ട് ചെയ്യാനും ഒക്കെയുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട്. റെസൊല്യൂഷൻ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ സ്റ്റാർട്ട് റെക്കോർഡിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് സ്റ്റാർട്ട് ആകുകയും പിന്നീട് നമുക്ക് ആ സ്ക്രീനിലുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ അവതാറിന്റെ ത്രൂ, നമ്മുടെ ഫേസ് ആയിരിക്കത്തില്ല, നമ്മുടെ അവതാർ ആയിരിക്കും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. നിങ്ങളുടെ കാണാനായിട്ട് സാധിക്കും. ഞാൻ ഈ സംസാരിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച് ഇവിടെ മൂവ്മെന്റുകൾ വരുന്നുണ്ട് അവതാറിന്. ഞാൻ ഇവിടെ കൈ ഉയർത്തി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം അവതാരം കൈ പൊക്കിയിട്ടുണ്ട്. 2 കൈയും പൊക്കി. അപ്പം അവതാരം 2 കൈയും പൊക്കി. അതായത് നമ്മുടെ ക്യാമറയിൽ നിന്ന് ഡയറക്റ്റ് ഡിറ്റക്ട് ചെയ്തിട്ടാണ് ഇങ്ങനൊരു അവതാരം ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ടൂൾ എന്ന് പരിചയപ്പെടാം. ഗെയിം റെക്കോർഡർ ആണ്. ഇത് നമ്മൾ ആദ്യം പരിചയപ്പെട്ട സ്ക്രീൻ റെക്കോർഡർ പോലെ തന്നെയുള്ള കുറെ ഫീച്ചേഴ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്ന് ഗെയിം സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. ബാക്കി ഇതിന്റെ ഓപ്ഷൻസ് ഒക്കെ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ ഓപ്ഷനും നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് സെലക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്ത ഫീച്ചറാണ് ഷെഡ്യൂൾ റെക്കോർഡിംഗ്. ഷെഡ്യൂൾ റെക്കോർഡിംഗിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ 24 അവേഴ്സിലേക്ക് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് സാധിക്കും റെക്കോർഡിംഗ്. അതിന്റെ സെറ്റിംഗ്സ് ഒക്കെ ഇവിടെ ചെയ്യുക. അതിനുശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡിംഗ് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് പറ്റും. ഏറ്റവും അവസാനമുള്ള ടൂളാണ് വീഡിയോ പ്രസന്റേഷൻ. വീഡിയോ പ്രസന്റേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറേ അധികം ഫീച്ചേഴ്സ് ആണ് നമുക്ക് ഈ വീഡിയോ പ്രസന്റേഷനിൽ ലഭിക്കുന്നത്. നിങ്ങളിവിടെ നോക്കുക, ഇങ്ങനൊരു ഇന്റർഫേസ് ആയിരിക്കും ഇത് ഓപ്പണായി വരുമ്പം നമുക്ക് കാണാനായിട്ട് സാധിക്കുക. നമ്മളുടെ ആ ഒരു ഫേസ് ക്യാം ഈ ഒരു സൈഡിലേക്ക് നമുക്ക് ഇങ്ങനെ മാറ്റി വെക്കാം. അതിനുശേഷം വളരെ ഭംഗിയായിട്ട് നമുക്ക് ഈ സ്ക്രീനിൽ പ്രസന്റേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ഈ പ്രസന്റേഷൻ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ബാക്ക്ഗ്രൗണ്ടുകളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ആഡ് ചെയ്തുകൊണ്ട്
ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഈ സോഫ്റ്റ്വെയറിലെ മെയിൻ ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. ഇവിടെ ക്യാമറ ഓൺ ഓഫ് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്, മൈക്കിന്റെ ബട്ടൺ ഉണ്ട്, അതേപോലെ തന്നെ സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്യാമറ റെക്കോർഡിംഗ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ അവതാർ റെക്കോർഡിംഗും ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ മുമ്പേ കാണിച്ച സെയിം അവതാർസ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. എന്റെ അഭിപ്രായത്തിൽ അതിനേക്കാളൊക്കെ ബെറ്റർ നമ്മുടെ ഫേസ് തന്നെ കാണിച്ചുകൊണ്ട് റെക്കോർഡ് ചെയ്യുന്നതാണ്. ലൈവ് സ്ട്രീമിംഗിന്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഫേസ്ബുക്കിലൂടെ യൂട്യൂബിലൂടെ ഒക്കെ ഡയറക്റ്റ് നമുക്ക് ലൈവ് സ്ട്രീമിംഗ് ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റാർട്ട് റെക്കോർഡിംഗ് ബട്ടൺ ഇതാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിലേക്ക് വരുന്ന ക്യാമറ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ക്യാമറ സെക്ഷനിൽ നമ്മളുടെ റെക്കോർഡ് ആകുന്ന ഫേസിന്റെ ക്യാമറയുടെ സെറ്റിംഗ്സ് ഒക്കെ നമുക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കും. റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ലൈവായിട്ടാണ് ഇത് റെക്കോർഡ് ആകുന്നത്, ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടുണ്ട്. അത്ര പെർഫെക്റ്റ് അല്ല, എന്നാലും വലിയ കുഴപ്പമില്ല. കാരണം ബാക്ക്ഗ്രൗണ്ടിൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ട് ഗ്രീൻ സ്ക്രീൻ ഒന്നും അല്ലാഞ്ഞിട്ടും നല്ല രീതിയിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഇത് റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ വീഡിയോയിലേക്ക് നമുക്ക് ഫ്രെയിംസ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ രീതിയിലുള്ള ഫ്രെയിമുകൾ ആഡ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ഫേസ് ക്യാം വീഡിയോയിലേക്ക് നമുക്ക് ഫിൽറ്റേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. റൂം ലേഔട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഈ രീതിയിൽ റൂം ലേഔട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇവിടെ കാണുന്ന പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പ് ഷെയർ ചെയ്യാനും വീഡിയോ ഫയൽ ഷെയർ ചെയ്യാനും പവർ പോയിന്റ് ഷെയർ ചെയ്യാനും ഒക്കെ തന്നെ സാധിക്കും. ഞാൻ ഇവിടെ ഒരു മീഡിയ ഫയൽ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഞാൻ ഇവിടെ ഒരു വീഡിയോ ഫയൽ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ഫയലിന്റെ സൈസ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ കാണിച്ചുകൊണ്ടുള്ള പ്രസന്റേഷൻ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയും വളരെ ഈസി ആയിട്ട് തന്നെ ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ സോഫ്റ്റ്വെയറിലുള്ള മറ്റൊരു ടൂളാണ് വീഡിയോ എഡിറ്റർ. വീഡിയോ എഡിറ്റർ ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇങ്ങനൊരു ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കും. സാധാരണയുള്ള വീഡിയോ എഡിറ്ററിലുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇവിടേക്ക് ക്ലിപ്പുകൾ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ആഡ് ചെയ്തതിനു ശേഷം ഈ രീതിയിൽ ടൈം ലൈനിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. വീഡിയോ എഫക്ട്സ് ഇവിടെ നിന്ന് ആഡ് ചെയ്യാൻ സാധിക്കും. ട്രാൻസിഷൻസ് ഒരുപാട് ഇവിടെ നൽകിയിട്ടുണ്ട്. ടെക്സ്റ്റ് ആനിമേഷൻ ഇഷ്ടം പോലെ ലഭിക്കുന്നുണ്ട്. ക്യാപ്ഷൻസും ആവശ്യത്തിലധികം കൊടുത്തിട്ടുണ്ട്. സ്റ്റിക്കേഴ്സ് വീഡിയോയിൽ ആവശ്യമാണെന്നുണ്ടെങ്കിൽ അതും നൽകിയിട്ടുണ്ട്. ഈ വീഡിയോ എഡിറ്ററിനുള്ളിലും സ്ക്രീൻ റെക്കോർഡിംഗ് ഓപ്ഷനോട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ വണ്ടർഷെയറിന്റെ ഡെമോ ക്രിയേറ്റർ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രൈസും കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരാം. സ്റ്റാൻഡേർഡ് പ്രൈസ് അതായത് 1 ഇയറിന് വേണ്ടി $45, പ്രീമിയം 1 ഇയർ $65, ലൈഫ് ടൈം വൺ ടൈം പർച്ചേസിൽ നമുക്ക് $75 ഈ ഒരു സോഫ്റ്റ്വെയർ ബൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ കുറെ ടേംസ് ആൻഡ് കണ്ടീഷൻസും കാര്യങ്ങളും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ മാതിരി ടൂൾസ് ഒക്കെ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ്ഫുൾ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്ക്രീൻ റെക്കോർഡിങ്ങും പ്രസന്റേഷനും വീഡിയോ എഡിറ്റിങ്ങും സ്ക്രീൻ റെക്കോർഡിങ്ങും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ടൂൾസ് ഇതിൽ ഏതെങ്കിലും 2-3 ആവശ്യമുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സോഫ്റ്റ്വെയർ പരിഗണിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തത്. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെന്നും കണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇന്നത്തെ വീഡിയോയുടെ നിർത്തുന്നു. ഇതിലും നല്ല എററുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.